നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരു നേടും കേരളം? ഏക സീറ്റ് പോളുകളിൽ UDF വിജയം പ്രവചിക്കുമ്പോൾ ജനവിധി തങ്ങൾക്കൊപ്പമാകുമെന്ന് LDF അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരു നേടും കേരളം? ഏക സീറ്റ് പോളുകളിൽ UDF വിജയം പ്രവചിക്കുമ്പോൾ ജനവിധി തങ്ങൾക്കൊപ്പമാകുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. 853 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പുകളിലുള്ളത്. ഇത്തവണ കേരളത്തിന്റെ പോളിംഗ് ശതമാനം 79.70% മാസങ്ങൾ നീണ്ട പ്രചാരണങ്ങൾക്കും വാശിയേറിയ പോരാട്ടങ്ങൾക്കും ശേഷം സംസ്ഥാനത്തെ ഭരണചക്രം ആര് തിരിക്കുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകളാണ്. വോട്ടെണ്ണൽ നടപടികൾക്കായി 15,000 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. കേരളത്തിൽ UDF 80 മുതൽ 100 സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോളുകളും UDFന് 90-ന് മുകളിൽ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതേസമയം LDF 70-75 സീറ്റുകളും NDA 2 സീറ്റുകൾ വരെയുമാണ് ലക്ഷ്യമിടുന്നത്. ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ 100 സീറ്റുകൾ വരെ നേടി അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. എന്നാൽ ജനങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും തുടർഭരണം ഉറപ്പാണെന്നാണ് LDF വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിലെങ്കിലും വിജയിക്കുകയെന്നത് അഭിമാന പ്രശ്നമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അനുകൂലമായത് പ്രതിപക്ഷ നിരയിൽ വലിയ ആവേശം പകർന്നിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിക്ക് ആദ്യ സൂചനകൾ പുറത്തുവരുന്നതോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ യു ഗേൽക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ ആയിരിക്കും ആദ്യം എണ്ണുന്നത്. വോട്ട് എണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്ക് 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും തിരക്ക് കൂട്ടരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. 140 മണ്ഡലത്തിൻ്റെ കൗണ്ടിങ് നാളെ 8 മണിക്ക് തുടങ്ങുന്നു. ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ്സ് ആണ് നമ്മൾ എണ്ണം തുടങ്ങുന്നത്. അത് കണ്ടിട്ടായിരിക്കും EVMസിൻ്റെ എണ്ണം തുടങ്ങുന്നത്. ഇത് നമ്മൾ 43 ലൊക്കേഷൻസിലാണ് ക്രമീകരണങ്ങൾ വളരെ സജീവമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിങ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസേഴ്സ്. 17,465 കൗണ്ടിങ് സ്റ്റാഫ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള എല്ലാവിധ ട്രെയിനിങ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ് അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൂടി നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് ലഭ്യമാക്കിയിട്ടുമുണ്ട്. കൗണ്ടിങ്ങിടെ ഒരു പ്രിമൈസസിൻ്റെ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തിന് നല്ലവിധ ക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്. EVM 8:30-ക്ക് ശേഷമായിരിക്കും എണ്ണി തുടങ്ങുക. എല്ലാ സംശയങ്ങളും തീർത്ത ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൗചാലയത്തിന് മുകളിൽ കൂടി വീണത്. ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. ആളൂർ കാരൂർ സ്വദേശി പാറക്കുളം അർജുനന്റെ നേന്ത്രവാഴകളാണ് ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്.
കാരൂരിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. 15 ഏക്കറോളം സ്ഥലത്താണ് അർജുനൻ വാഴ കൃഷി ചെയ്തിരുന്നത്. അതിൽ ഒരു തോട്ടത്തിന്റെ 1000-ഓളം കുലച്ച നേന്ത്രവാഴകളാണ് ഒടിഞ്ഞു വീണത്. ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണെന്നും കായകളെല്ലാം കറിപ്രായത്തിൽ ഒടിഞ്ഞു വീണെന്നും ഇതിനുവേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാരോ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇനിയും തുടരാനാവില്ലെന്നും സാധാരണ കർഷകർക്ക് ഇത്തരം കെടുതികൾ തരണം ചെയ്യാൻ പറ്റില്ലെന്നും അർജുനൻ പറഞ്ഞു. ദയനീയമായി തകർന്നു പോകുന്ന ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ 1000 വാഴയാണ് ഞാൻ വെച്ചാർന്നത്. എല്ലാ കായും കറിക്കായ പ്രായത്തിൽ 1000 വാഴയും ഒടിഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇതിന് വേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാർ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങളൊക്കെ ഒരിക്കലും ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഒരു സാധാരണ കൃഷിക്കാരന് അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കർഷകർ പോകുന്നത്. സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊന്നും കൃഷിക്കാരിലേക്ക് എത്തുന്നില്ല. അതേസമയം ശക്തമായ കാറ്റിൽ പന്തല്ലൂരിൽ വ്യാപക നാശമുണ്ടായി. പന്തല്ലൂർ തോമാത്ത് ചന്ദ്രന്റെ 50ഓളം അടയ്ക്കാമരം കാറ്റിൽ കടപുഴകി വീണു. 12 കായ്ക്കുന്ന ജാതിയും 3 മാവുകളും കാറ്റിൽ നിലംപൊത്തി. വീടിന് പുറകുവശത്തുള്ള മതിലും തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഇന്നലത്തെ ശക്തമായിട്ടുള്ള കാറ്റിൽ ഒരു 10-15 ജാതി മരം പോയി, ഒരു 10-50 അടയ്ക്കാമരം പോയി, 2-3 മാവ് ഇതെല്ലാം കടപുഴകി വീണു. മതിലിടിഞ്ഞു പോയി. ഒക്കെ ഭയങ്കര നാശനഷ്ടമായി. ഏകദേശം എന്ന് വെച്ചാൽ ഒരു ലക്ഷക്കണക്കിന് നഷ്ടമാണ്. കാരണം ജാതിക്ക് കായുണ്ട സമയത്ത് കൊടുക്കാവുന്ന പരിവല്ലായിരുന്നു. ആ നിലയ്ക്കുള്ള ജാതികളാണ് കായ. മരവും പോയി കായും പോയി. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൗചാലയത്തിന് മുകളിൽ കൂടി വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഉണ്ടായ കാറ്റിലാണ് തെങ്ങ് വീണത്. മഴയും കാറ്റും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നാശം വിതച്ചു. പന്തൽ പറന്നു. മീഡിയ ടൈം ആളൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള പഴൂക്കര പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ഊട്ടുതിരുനാൾ വെഞ്ചിരിപ്പിനും ദിവ്യബലിക്കും ഫാദർ വിനിൽ കുരിശുതറ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോജി കല്ലിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നിരഞ്ജന സതീഷിന്റെ വീരപ്പെണ്ണാൾ നോവൽ പ്രകാശനം ചെയ്തു. പട്ടേപ്പാടത്ത് നടന്ന ചടങ്ങിൽ സി രാവുണ്ണിയാണ് നോവൽ പ്രകാശനം നിർവഹിച്ചത്. UK സുരേഷ് കുമാർ ആദ്യ പ്രതി സ്വീകരിച്ചു. KK ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ചടങ്ങിൽ വേളുക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാന്ദ്ര അമ്മൂസ്, രശ്മി ബാബുരാജ്, ഗാദർ പട്ടേപ്പാടം, K സുധാകരൻ, സന്ധ്യ പല്ലവി, MK പുഷ്പൻ, സന്തോഷ് അമ്പാട്ട് എന്നിവർ സംസാരിച്ചു. സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് നോവൽ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറ യങ്ങർ ജനറേഷൻ അവരാണ് പോയി ഈ സ്ഥലത്തേക്ക് പോയി ഈ ചരിത്രം അന്വേഷിക്കുന്നത്. നോവൽ ആരംഭിക്കുമ്പോൾ പൂർണ്ണമായും ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ്റെ പുതിയ ജീവിതമാണ്. അവരുടെ പെരുമാറ്റങ്ങളെല്ലാമാണ് നോവൽ വരുന്നത്. പിന്നീടാണ് അവർ യാത്ര ചെയ്ത് ആലപ്പുഴയിൽ ചേർത്തലയിൽ പോയി പാതിരാമണം ആ സ്ഥലത്തെല്ലാം ചെന്ന് ഈ നങ്ങേലിയുടെ ജീവിത കേന്ദ്രമായിരുന്ന ആ പ്രദേശത്തിലൂടെ ചെന്ന് ഒരു മുത്തശ്ശിയിൽ നിന്ന് കേൾക്കുന്നത് 5 തലമുറയ്ക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്.
ആറ്റപ്പാട് ഗ്രാമിക കൾച്ചറൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമവും സെമിനാറും ഒരുക്കി. തൃശൂർ വിജിലൻസ് ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി അധ്യക്ഷത വഹിച്ചു. കുടുംബ ഭദ്രത എന്ന വിഷയത്തിൽ മൂവാറ്റുപുഴ വിദ്യാ കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ വായി പ്രതാപനൻ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KC ജയരാജ്, ക്ലബ്ബ് സ്ഥാപക പ്രസിഡന്റ് KR സജീവ്, സ്ഥാപക സെക്രട്ടറി സജീവ് തങ്കപ്പൻ, സിൽവർ ജൂബിലി ആഘോഷ സമിതി കോർഡിനേറ്റർ ഡോക്ടർ DA ഗോവിന്ദ്, ശ്രുതി, അഭയ്, AA സാവിത്രി എന്നിവർ പ്രസംഗിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 6:30 നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേർച്ച ഊട്ട് ആശീർവദിച്ചു. തുടർന്ന് ദേവാലയാങ്കണത്തിൽ നേർച്ചൂട്ട് ആരംഭിച്ചു. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ അനൂപ് പാട്ടത്തിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ കരുത്തി തിരുനാൾ സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കടുക്കച്ചുവട് മാതൃക റെസിഡൻസ് അസോസിയേഷനും മാഞ്ഞാലി ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ് ഉദ്ഘാടനം ചെയ്തു. കടുക്കച്ചുവട് അഡ്വക്കേറ്റ് മേഘനാഥൻ സ്മാരക ഗ്രാമീണ വായനശാല ഗുരുദേവ സാംസ്കാരിക സമിതി ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഗിരീഷ് ചാലാന അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ചള്ളിയിൽ സന്ധ്യ ബിജു എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 നേടും കേരളം? ഏകസീറ്റ് പോളുകളിൽ UDF വിജയം പ്രവചിക്കുമ്പോൾ ജനവിധി തങ്ങൾക്കൊപ്പമാകുമെന്ന് LDF അവകാശപ്പെടുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 79.70% പോളിംഗ് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 20,028 സർവീസ് വോട്ടുകൾ ലഭിച്ചു. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കും. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ ആളൂരിൽ 1000-ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. ന്യൂസ് റൗണ്ട് സമാപിച്ചു. നമസ്കാരം.